നമസ്കാരം. ആറ്റിങ്ങൽ കച്ചേരി നടയിൽ ഉള്ള 2 മാൻഹോളുകൾ നികത്താത്തതിനെ തുടർന്നുള്ള അപകടങ്ങളെക്കുറിച്ചുള്ള വാർത്ത ഞങ്ങൾ 2 ദിവസമായി ചെയ്യുകയാണ്. ഇന്നലെ കർഷക കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ വാഴ നടുക വരെ ചെയ്തു. തുടർന്ന് ഇന്ന് രാത്രി വന്ന് ഒരു ആർക്കും അംഗീകരിക്കാൻ പറ്റാത്തൊരു രീതിയിൽ ഇവിടെ അടച്ചിട്ട് പോയി. പക്ഷേ ഇപ്പോൾ രാവിലെ നമ്മൾ കാണുന്ന കാഴ്ച വണ്ടികളൊക്കെ കയറി വീണ്ടും ആ കുഴി രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് കർഷക മോർച്ചയുടെ നേതാക്കളൊക്കെയാണ് നമ്മളിവിടെ ചേരുന്നത്. ഇന്നലെ ഇതേപോലെ വാഴയൊക്കെ നട്ടതിൻ്റെ ഫലമായിട്ട് ഞാൻ രാവിലെ കണ്ടപ്പോൾ വിചാരിച്ചു ഓക്കെ ആയെന്ന് വിചാരിച്ചു. പക്ഷേ ഉച്ചയായപ്പോഴത്തേക്ക് ഈ അവസ്ഥയായി. ഏകദേശം 1 വർഷത്തിനകത്താണ് കോടികൾ മുടക്കി ഇവിടെ ഈ റോഡിൻ്റെ പണി നടന്നത്. വളരെ കൊട്ടിഘോഷിച്ചുകൊണ്ടാണ് റോഡിൻ്റെ ഉദ്ഘാടനമൊക്കെ നടത്തിയത്. ഈ റോഡിൻ്റെ കരാറെടുത്ത കോൺട്രാക്ടറെ വിളിച്ചു വരുത്തി എന്താണ് അന്ന് വ്യവസ്ഥ വെച്ച് എന്നുള്ളതൊക്കെ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുണ്ട്, എൻ്റെ ഫൈനലെല്ലാം ഉണ്ട്. ഒരു റോഡിൻ്റെ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അതിനൊരു കാലാവധി, അതിനകത്ത് എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ വന്നാൽ അത് ചെയ്യേണ്ടത് കോൺട്രാക്ടറാണ്. അപ്പോൾ കോൺട്രാക്ടറെ വിളിച്ചു വരുത്തി ഇതെന്താണെന്ന് ചോദിക്കുവാൻ ഉദ്യോഗസ്ഥന്മാർ മടിക്കുന്നു. അപ്പോൾ അതിൻ്റെ പിന്നിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് ഈ റോഡ് നിർമ്മാണത്തിൻ്റെ പേരിൽ നടന്നത്. ദേ നോക്കൂ, കച്ചേരിയുടെ ഹൃദയഭാഗത്തുള്ള കുഴിയാണ്. 2ാമത്തെ പ്രാവശ്യത്തിലൂടെ വാഴ നട്ടത്. ആദ്യത്തെ വാഴ നിന്നതിന് ഇപ്പോൾ കുലയ്ക്കുമായിരുന്നു. ഈ റോഡ് ടാർ ചെയ്ത് ടാർ ഉണങ്ങുന്നതിന് മുമ്പ് ഇവിടെ അഗാധ ഗർത്തം രൂപപ്പെട്ടു. ഇവിടുത്തെ ജനപ്രതിനിധികൾ, ഇവിടുത്തെ MLA, ഇവിടുത്തെ നഗരസഭയുടെ ചെയർപേഴ്സൺ, PWD ഉദ്യോഗസ്ഥർ, നാഷണൽ ഹൈവേ ഉദ്യോഗസ്ഥർ, ഇവർക്കെല്ലാവർക്കും ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ഏത് ഓഫീസാണെങ്കിൽ പോലും നഗരസഭാ പരിധിക്കുള്ളിൽ വരുന്ന വിഷയങ്ങളിൽ അത് ജനങ്ങളുടെ ജീവന സ്വത്തിന് സംരക്ഷണം നൽകേണ്ട ബാധ്യത നഗരസഭാക്കാണ്. അതിൻ്റെ കസ്റ്റഡി എന്ന് പറയുന്നത് നഗരസഭാ ചെയർപേഴ്സണും സെക്രട്ടറിയുമാണ്. അപ്പോൾ ചെയർപേഴ്സൺ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ട്രാഫിക് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ഉദ്യോഗസ്ഥന്മാരെ അട്ടിമറിക്കുന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ എന്തിനാണ് ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ ആ സീറ്റിൽ ഇരിക്കുന്നത്? വളരെ വൈകാതെ അത് രാജിവെച്ച് എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ പറഞ്ഞാൽ ഉദ്യോഗസ്ഥർ കേൾക്കില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പോകുന്നതാണ് നല്ലത്. ഇന്നലെ ഇവിടെ കർഷക കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ സമരം നടത്തി. കഴിഞ്ഞ ദിവസം രാത്രി യൂത്ത് കോൺഗ്രസ് നേതാവ് ശ്രീ കിരൺ കൊല്ലുമ്പോൾ പറഞ്ഞതുപോലെ രാത്രി 11 മണിക്ക് ഇവിടെ ഒരു അപകടമുണ്ടായി. ആ കുട്ടിയെ ചെറിയ ഹോസ്പിറ്റലിൽ കൊണ്ട് നേരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടപെട്ടതിന് ശേഷമാണ് ഇവിടെ കർഷക കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഷൈജു ചന്ദ്രന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശ്രീ H. ബഷീർ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാരും കർഷക കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ഉൾപ്പെടെ ഇന്നലെ ഇവിടെ ഈ ഒരു വാഴ നട്ട് പ്രതിഷേധിച്ചത്. അർദ്ധരാത്രിയുടെ മറവിൽ ഇവിടെ വന്ന് എന്തോ ഒരു കൊടിയൊക്കെ ഇട്ട് ഒരു പൊറോട്ട നാടകം കാണിച്ചിട്ട് പോയി. അതായത് നിങ്ങൾ നോക്കൂ, എല്ലാവർക്കും കാണാം, അത് വീണ്ടും കുഴിയായിട്ട് മാറി. ഈ തട്ടിപ്പ് നാടകങ്ങളൊന്നും നടക്കില്ല. ഇതിന് ശാശ്വതമായ പരിഹാരം കണ്ടില്ലെങ്കിൽ നഗരസഭയുടെ ഭാഗത്തുള്ള റോഡുകളാണെങ്കിൽ പ്രധാനപ്പെട്ട റോഡുകൾ നിങ്ങളെല്ലാം നോക്കൂ. 2000 കുട്ടികൾ പഠിക്കുന്ന CSI റോഡിൻ്റെ അവസ്ഥ എന്താണ് സ്ഥിതി? BTS റോഡിൻ്റെ അവസ്ഥ എന്ന് പറയേണ്ട. ഈ ആറ്റിങ്ങൽ നഗരസഭയിലെ 31 വാർഡുകളുടെയും റോഡുകളുടെ അവസ്ഥ വളരെ ശോചനീയമാണ്. നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട് ടൗൺ ഹാൾ മുതൽ CSI സ്കൂളിൻ്റെ അപ്പുറം വരെ വെള്ളക്കെട്ടാണ്. ഇവരാരും ഇത് കാണുന്നില്ലേ? അപ്പോൾ ഇവർക്ക് ചോദിക്കാൻ പറ്റാത്ത എന്തോ ഒന്നിനും അവർ ഭയക്കുന്നു. അത് വൻ അഴിമതിയാണ് നടന്നിട്ടുള്ളത്. ഇതിന് പരിഹാരമുണ്ടാക്കിയില്ല എങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതിൻ്റെ പോഷക സംഘടനകളും അടക്കം ഉള്ള നേതാക്കളും പ്രവർത്തകരും അതിശക്തമായ സമര പരിപാടികളും അതോടൊപ്പം നിയമപരിപാടികളുമായി ഞങ്ങൾ നേരിടും. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 26 കോടി രൂപ മുടക്കി ഒരു കോൺട്രാക്ടർക്ക് ഒരു പ്രൊജക്റ്റ് കൊടുക്കുമ്പോഴത്തേക്ക് ഇത്ര കാലം വരെ അതിൻ്റെ മെയിൻ്റെനൻസ് എടുക്കാമെന്നൊരു ഉത്തരവാദിത്തം കൂടി അവർക്കില്ലേ? തീർച്ചയായും തന്നെ. ഇത് താൽക്കാലികമായി ചെയ്യേണ്ടതല്ലല്ലോ. ഇന്നലെ ഒരു സമരം നടത്തി, കർഷക കോൺഗ്രസ് ഒരു സമരം നടത്തി. ആ സമരം നടത്തിയതിൻ്റെ പേരിൽ ഞങ്ങളെ ക്രൂശിക്കാൻ പാടില്ല എന്ന നഗരസഭ സ്വയം തോന്നിയതിൻ്റെ പേരിലാണ് ഇങ്ങനൊരു അറ്റകുറ്റപ്പണി നടത്തിയത്. അത് ഇത്രയും കോടി രൂപ ചിലവാക്കി നിർമ്മിച്ച റോഡ്, ആ റോഡിൽ കോൺക്രീറ്റ് കൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും തന്നെ ആ കുഴി ഒരു ഗുണനിലവാരമില്ലാത്ത ഒരു കോൺക്രീറ്റ് ആണ് കാട്ടിപ്പിടിക്കുന്നത്. വണ്ടികൾ പോകുമ്പോൾ തന്നെ അതിൻ്റെ പുട്ടുപൊടിയുടെ അത്രയും കട്ടിയില്ലാത്ത ഇപ്പൊ പൊടിയും സഹിക്കണം. നമ്മൾ സമരം ചെയ്യുമ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനല്ല, അത് എന്നത്തേക്കുമായിട്ടാണ് ഞങ്ങൾ ആറ്റിങ്ങൽ സമരം നടത്തുന്നത്. അതും ഇങ്ങനെ അഴിമതിയുള്ള ഓരോ വിഷയങ്ങൾക്കാണ് ഞങ്ങളെന്നും സമരം നടത്തുന്നത്. എക്കാലവും ആറ്റിങ്ങലിലെ കോൺഗ്രസ് പ്രവർത്തകർ എക്കാലവും നടത്തിയിട്ടുള്ളത് സാധാരണക്കാരുടെ ഇങ്ങനെയുള്ള ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുവാൻ വേണ്ടിയുള്ള സമര പോരാട്ടങ്ങളാണ്. ആ പോരാട്ടങ്ങളെ കണ്ണടച്ചുകൊണ്ടാണ് ഈ ഒരു അറ്റകുറ്റപ്പണി നടത്തിയതെങ്കിൽ ഇതും ആ കച്ചേരി ജംഗ്ഷനിലേക്ക് അത് അറിയാം. ഇതുവഴി ചെയർപേഴ്സൺ പോകുന്നതാണ്, ഇതുവഴി കുട്ടികൾ സഞ്ചരിക്കുന്നതാണ്, വ്യാപാരികൾ സഞ്ചരിക്കുന്നതാണ്. അതായത് നമുക്ക് തന്നെ അറിയാം, ഓരോ വണ്ടികൾ കയറി ഇറങ്ങുമ്പോൾ തന്നെ ഇത് പൊടിഞ്ഞു പോകുന്നു. കൗൺസിലർമാർ പോലും ഒന്നും മിണ്ടുന്നില്ല. ഈ വാർഡിലെ ഈ ഇരിക്കുന്ന റോഡിൻ്റെ ഒരു വശത്തിരിക്കുന്ന വാർഡിലെ കൗൺസിലറിന് പോലും ഇതിനെതിരെ പ്രതികരിക്കാൻ പറ്റുന്നില്ല. അത്രയും അതപ്പതിച്ചു പോയി ആറ്റിങ്ങൽ നഗരസഭ എന്ന് നോക്കുമ്പോൾ വളരെ വിഷമമുണ്ട്.
ചേട്ടാ ഇതിനെ അറ്റകുറ്റപ്പണി എന്നല്ലേ വിളിക്കേണ്ടത്, അറ കുറ പണി എന്നാണ് വിളിക്കേണ്ടതല്ലേ? അങ്ങനെയല്ലേ വിളിക്കേണ്ടത്. ഇത് വേറെ എന്തുവാണ്? ഇതിപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവർ ഇന്നലത്തെ കർഷക കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇന്നലെ നടന്ന സമരത്തെ അത് കണ്ടുകൊണ്ട് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് അരിമാവ് വിതറിയതുപോലെ ഇവിടെ കുറേ എന്തോ കൊണ്ട് വിതറിയിട്ട് പോയേക്കാണ്. അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഇന്നലെ രാത്രി വിതറിയത് ഇന്നിപ്പോൾ ഈ ഗതിയിലായെങ്കിൽ ഒരു 2 ദിവസം കഴിഞ്ഞാൽ വീണ്ടും ആ കുഴി പഴയതിനേക്കാൾ ഗതികേടിലാവും. അതാണ് എനിക്കിപ്പോൾ തോന്നിയിട്ടുള്ളത്. ഇതിവിടെ മാത്രമല്ല, അത് നേരത്തെ നമ്മൾ DCC മുമ്പ് പറഞ്ഞതുപോലെ ഈ മുനിസിപ്പാലിറ്റിയിലെ ഈ നഗരസഭകളിലും 31 വാർഡുകളിലും ഇത് തന്നെയാണ്. പിന്നെ ഉൾ റോഡുകളുടെ കാര്യം പറയാതിരിക്കുന്നതാണ്. അത് എന്തിന് എൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്ന വഴി തന്നെ കണ്ടാലറിയോ വലിയ വലിയ ഗർത്തങ്ങളാണ്. ഗർത്തമെന്ന് വെച്ചാൽ ചെറുതൊന്നുമല്ല. ഇതൊന്നും ഇവരുടെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഞാൻ പറയുന്നത് ഇത് അതുവഴി എപ്പോഴും ആ കൗൺസിലർമാരും ചെയർപേഴ്സണും എത്രയെങ്കിലും വാഹനങ്ങൾ ഓടിപ്പോകുന്നൊരു റോഡാണ്. അപ്പോൾ ഈ ഇതുപോലുള്ള മെയിൻ റോഡിൻ്റെ അവസ്ഥ ഇതാകുമ്പോൾ ഗ്രാമപ്രദേശങ്ങളിലോട്ടുള്ള ഉൾ റോഡുകളുടെ അവസ്ഥ എന്താണെന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടില്ല എന്നുണ്ടെങ്കിൽ കർഷക കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ശക്തമായ സമര പരിപാടികളിലോട്ട് മുന്നോട്ട് പോകും. ഇവിടെ നമ്മൾ നേരത്തെ ഞാൻ വിട്ടുപോയൊരു കാര്യമാണ്, ഈ ഡിവൈഡർ വെച്ചു. അന്ന് അവർ ശാസ്ത്രീയമായ പഠനം നടത്തിയാണ് ഡിവൈഡർ വെച്ചത്. പോസ്റ്റ് ഓഫീസിൻ്റെ മുൻവശത്ത് അവിടെ ഒരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ CSA ജംഗ്ഷനിലാണ്. അമർ ആശുപത്രി അവിടെ ഒരു ഹോസ്പിറ്റലുള്ളപ്പോൾ ആശുപത്രിയുടെ ഫ്രണ്ടിൽ പോലും അതിൻ്റെ ആശുപത്രി അതൊക്കെ അവരെ ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ടൊക്കെ പോയി നോക്കി അവിടെ ഒരു ഓപ്പണിങ്ങിന് വേണ്ടി. അപ്പോൾ അത് ഒരു കാരണവശാലും അവിടെ ഒരു ഓപ്പണിംഗ് ചെയ്താൽ ഇവിടെ ബ്ലോക്ക് വരും. അപ്പോൾ അത് ശരിയാകില്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ ഒരു ഓപ്പണിംഗ് മാത്രം. ഇപ്പോൾ ഇവിടെ എന്താ സ്ഥിതി? ചില കുത്തക മുതലാളിമാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നഗരസഭ കൈക്കൂലി വാങ്ങിക്കൊണ്ടാണ് ഇവിടേതായ ബിവറേജസിൻ്റെ ഫ്രണ്ടിൽ, ഇവിടെ രാമേന്ദ്രൻസിൻ്റെ ഫ്രണ്ടിൽ അനധികൃത പാർക്കിംഗ് അവിടുത്തെ ഡിവൈഡർ പൊളിച്ചു മാറ്റി. ഇവിടെ എല്ലാം CCTV ക്യാമറയുണ്ട്. പൊളിച്ചു മാറ്റിയ ആളുകൾക്കെതിരെ ക്രിമിനൽ കേസെടുക്കാൻ തയ്യാറാകണം. എന്താ മടിക്കുന്നത്? ഇതിൻ്റെ പിന്നിലും വൻ അഴിമതിയാണ്. സാധാരണക്കാരായ ചെറുകിട കച്ചവടക്കാരെ കടകളുടെ മുന്നിൽ ഒരു വണ്ടി നിർത്തിയാൽ 2000 രൂപ ഫൈനാണ്. നിങ്ങളൊന്ന് നോക്കൂ. നിരവധി പ്രാവശ്യം ആറ്റിങ്ങൽ കോൺഗ്രസ് ഈസ്റ്റ് മണ്ഡലം കമ്മിറ്റിയും കർഷക കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയും യൂത്ത് കോൺഗ്രസ്സുകാരെല്ലാം അവിടെ ജാമ്യനിൽസിൻ്റെ മാനേജ്മെൻറ്റിനെ കണ്ട് നേരിൽ പറഞ്ഞതാണ്. അവിടെ വാഹനങ്ങൾ ഇങ്ങനെ അനിയന്ത്രിതമായി പാർക്ക് ചെയ്യുന്നത് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തും. നഗരസഭാ ചെയർപേഴ്സനെ കണ്ട് നേരിൽ പല പ്രാവശ്യം പറഞ്ഞു, യാതൊരു നടപടിയുമില്ല. അപ്പോൾ ഇതിൻ്റെ പിന്നിലെല്ലാം എന്താണ്? അഴിമതിയാണ്. അടിയന്തരമായി ഈ ഡിവൈഡർ പഴയ രീതിയിൽ സ്ഥാപിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ചൂണ്ടിക്കാണിക്കേണ്ടത് പൊതുപ്രവർത്തകരും മാധ്യമങ്ങളുമാണ്, തിരുത്തേണ്ടത് നിങ്ങളാണ്. അല്ലെങ്കിൽ കാലം നിങ്ങൾക്ക് മാപ്പ് തരില്ല. ഇസ്മായിൽ സുരണ്ടി, ക്യാമറമാൻ അനീഷിനൊപ്പം ശ്രീകുമാർ സൈനിക.